guys, welcome back to another episode of collegemuchi.com. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എന്നാൽ അവർക്ക് ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകണ്ട, അതിലോട്ടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സസ് ഏതാണ്, അവർക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം, ഏതാണ് ഏറ്റവും നല്ല കോഴ്സ്, ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ആൻഡ് ഇനി പാരാമെഡിക്കൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ്, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാരാമെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്തിട്ട് അത്രയും ഹൈ പേയിങ് ആയിട്ടുള്ള ജോബ്സ് ഏതാണെന്ന് അറിയില്ല, അതേപോലെ തന്നെ ഏത് കോഴ്സ് ചൂസ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ പേയിങ് ആയിട്ടുള്ള ജോബ്സ് കിട്ടാമെന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ നമുക്കറിയാം പാരാമെഡിക്കൽ എന്ന് പറയുന്നത് അത്രയും ഹൈ ഡിമാൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസും ഈ ഒരു ഫീൽഡിലോട്ട് ചൂസ് ചെയ്ത് ഇപ്പോഴാണ് കൂടുതൽ സ്റ്റുഡൻസും ഈ ഒരു ഫീൽഡിൽ അറിയുന്നതും ഈ ഒരു പാരാമെഡിക്കലിൽ നിന്ന് കുറേ അധികം കോഴ്സുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോഴ്സ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് വേണം, എന്നാൽ ഡോക്ടറും ആവണ്ട നഴ്സും ആവണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളി അതും ഹൈ പേയിങ് ജോബ്സ് വരുന്ന കുറച്ച് കോഴ്സസ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഈ ഒരു പാരാമെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽസ്, ക്ലിനിക്ക്, റിസർച്ച് സെൻറ്റേഴ്സ് പോലുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇന്ത്യയിലും എബ്രോഡും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന ഒരു ഫീൽഡാണ് പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ലൊരു സാലറി പാക്കേജ് ആയിരിക്കും എബ്രോഡ് പോയി കഴിഞ്ഞാൽ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കോഴ്സസ് എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന ഒരു കോഴ്സാണ് BPT, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി. ഇതൊരു 4.5 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും അതേപോലെ തന്നെ പുറത്തും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇനി നമ്മൾ ഈ പറയാൻ പോകുന്ന ഒരു കോഴ്സുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോഴ്സ് എന്താണ്, അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, കാര്യങ്ങളൊക്കെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ മതി, അതിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ BPT എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ പറഞ്ഞു 4.5 വർഷത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഒരു ജോബ് കയറി കഴിഞ്ഞ് പ്ലേസ്ഡ് ആകുമ്പോൾ ഒരു 4 to 10 lakh per annum വരെയുള്ള സാലറി പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഇതിൻ്റെ സാലറി പാക്കേജും ഇൻക്രീസ് ചെയ്ത് വരും. പോരാത്തതിന് ഇന്ത്യയിൽ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് അബ്രോഡ് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പോർട്സ് തെറാപ്പിസ്റ്റ്, റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്. നെക്സ്റ്റ് വരുന്നൊരു കോഴ്സാണ് BSc ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. അപ്പോൾ നമുക്കറിയാം ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കൊറോണ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ലാബ് ടെക്നീഷ്യൻസിന് അല്ലെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജോബ് കൂടി വന്ന ടൈമായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കറിയാം നമ്മുടെ ചേഞ്ചിങ് എൻവിറോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം പുതിയ രോഗങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് പുതിയ സംഭവങ്ങൾ നമ്മൾ ലാബിൽ സെർച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ 3 to 4 years കോഴ്സാണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചും ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ മാറും. അപ്പോൾ ചില സ്ഥലത്ത് 3 years കോഴ്സും 6 months ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ ചിലവിടത്ത് 1 year ഇൻറ്റേൺഷിപ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഡ്യൂറേഷനും മാറും. ആൻഡ് നിങ്ങൾക്ക് ഒരു 3 to 8 lakh per annum വരെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടും. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ കിട്ടുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് കൂടുതലായിരിക്കും എബ്രോഡ് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ജോബ് ഇല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ, പാത്തോളജിസ്റ്റ് അസിസ്റ്റന്റ്, റിസർച്ച് സയൻറ്റിസ്റ്റ്. നെക്സ്റ്റ് വരുന്ന ഒരു കോഴ്സാണ് BSc ഇൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 4 years ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈം പീരീഡ് വേറെ ആയിരിക്കും, അതിനനുസരിച്ചിട്ടാണ് ഈ ഡ്യൂറേഷൻ മാറുന്നത്. ആൻഡ് നിങ്ങൾക്കൊരു 4 to 12 lakh per annum വരെ സാലറി പാക്കേജ് കിട്ടാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇന്ത്യനെക്കാട്ടിലും കൂടുതൽ സാലറി വരാൻ പോകുന്നത് എബ്രോഡ് ആയിരിക്കും. ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കരിയർ
കരിയർ എന്ന് പറയുന്നത്. റേഡിയോളജി ടെക്നീഷ്യൻ, MRI ഓർ CT സ്കാൻ സ്പെഷ്യലിസ്റ്റ്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിസ്റ്റ്. നെക്സ്റ്റത്തെയാണ് അനസ്തീഷ്യ ടെക്നോളജി. ഇതും വരുന്നത് ഒരു 3 to 4 ഇയേഴ്സ് ആണ്. നിങ്ങൾക്കൊരു 4 to 9 lakh per annum വരെയുള്ള സാലറി പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ്, സർജിക്കൽ അസിസ്റ്റൻസ്, ICU സ്പെഷ്യലിസ്റ്റ്. ആൻഡ് ഇനിയും കുറേ അധികം കോഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാ കോഴ്സുകളെന്ന് ജസ്റ്റ് നോക്കാം. BSc ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, ഡിപ്ലോമ ഇൻ എമർജൻസി ആൻഡ് ട്രോമ കെയർ, BSc ഇൻ ഡയാലിസിസ് ടെക്നോളജി. അപ്പോൾ പാരാമെഡിക്കൽ ഫീൽഡിൽ പഠിച്ചിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കൂടി വരുന്ന ഒരു ടൈമാണ്. ഇനി അങ്ങോട്ട് ഹോസ്പിറ്റൽസ്, രോഗങ്ങൾ ഉള്ളിടത്തോളം കാലം ഹോസ്പിറ്റൽസിൽ വർക്കിങ്ങും കൂടും. അതേപോലെ തന്നെ പാരാമെഡിക്കൽ ഫീൽഡിലും ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി വരും. അപ്പോൾ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത്രയും ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ജോബ് കോഴ്സുകളാണ് ഈ ഒരു കോഴ്സുകൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇന്ത്യനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സാലറി അബ്രോഡും കിട്ടും. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി പാക്കേജും കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു കോഴ്സുകൾ പഠിക്കാൻ ഇനി ഏതെങ്കിലും ഡൗട്ട്, ഇനി ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്നുള്ള റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് അഡ്മിഷൻ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം.